പാലത്തായിയിൽ 4ാം ക്ലാസുകാരിയെ പീഡിപ്പിച്ച കേസിൽ ബി.ജെ.പി. നേതാവ് കെ. പത്മരാജന് ജീവപര്യന്തം തടവും പിഴയും. പോക്സോ കുറ്റങ്ങളിൽ 40 വർഷം തടവും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടേതാണ് ശിക്ഷാവിധി. കേസിൽ ബി.ജെ.പി. നേതാവും അധ്യാപകനുമായ കെ. പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഏറെ സന്തോഷകരമായ വിധിയാണെന്നും പ്രതിയായ കെ. പത്മരാജൻ ആദ്യം പോക്സോ കുറ്റത്തിലെ തടവ് അനുഭവിക്കണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. മരണം വരെ ജീവപര്യന്തം തടവു ശിക്ഷയും 1 ലക്ഷം പിഴയുമാണ് കോടതി വിധിച്ചത്. രാഷ്ട്രീയ വിവാദം കൂടിയായ കേസിൽ പരാതി വ്യാജമാണെന്നും എസ്.ഡി.പി.ഐ ഗൂഢാലോചനയെന്നുമായിരുന്നു ബി.ജെ.പി. ആരോപണം. 5 തവണ അന്വേഷണ സംഘത്തെ മാറ്റിയ കേസിൽ സംസ്ഥാന സർക്കാരും പ്രതിരോധത്തിലായിരുന്നു. നേരത്തെ കുട്ടിയുടെ മൊഴിയും മെഡിക്കൽ സർട്ടിഫിക്കറ്റുമടക്കമുള്ള തെളിവുകളുണ്ടായിട്ടും ബി.ജെ.പി. നേതാവായ കുനിയിൽ പത്മരാജനെതിരെ പോലീസ് പോക്സോ വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം നൽകിയത് വാഗ്വിവാദമായിരുന്നു. കേസിൽ പ്രതിയെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാരും ബി.ജെ.പിയും ഒത്തുകളിക്കുന്നുവെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും പ്രചാരണം നടത്തിയിരുന്നു. 2020 ജനുവരി 15 ഫെബ്രുവരി 2 ഇടയിൽ സ്കൂളിലെ ബാത്റൂമിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. ശബരിമല സ്വർണക്കൊള്ളിയിൽ എ. പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. സ്വർണം ചെമ്പാക്കാൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ പത്മകുമാർ കൂട്ടുന്നു. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണ് പുറത്തേക്ക് കടത്തിയിരുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുനിന്ന് പിടിച്ചെടുത്ത 2019 ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് നിർണായക തെളിവുകൾ ലഭിച്ചത്. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ. ഔദ്യോഗിക പ്രഖ്യാപനമായി. ഫ്രം ഗോഡ് എസ് ഓൺ കൺട്രി ടു ലയൺ എസ് ഓൺ ഡെൻ. മഞ്ഞ ഹൃദയം സ്വാഗതം സഞ്ജു എന്നായിരുന്നു സഞ്ജുവിന്റെ പോസ്റ്റർ പങ്കുവച്ച് ചെന്നൈ കുറിച്ചത്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള സഞ്ജു സാംസണ് രവീന്ദ്ര ജഡേജ കൈമാറ്റ കരാര് പൂർത്തിയായി. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ട് ഓൾറൗണ്ടര് സാം കറനും രാജസ്ഥാൻ റോയൽസിലെത്തും.